നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കുടുംബവും തീച്ചൂളയിൽ. രാഹുലിന്റെ അമ്മ ബിന്ദുവും സോഷ്യൽ മീഡിയയിലെ കീറിമുറിക്കലുകൾക്ക് വലിച്ചിഴക്കപ്പെടുന്നു. സ്വന്തം അമ്മയെ തെറിവിളി കേൾപ്പിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പരിഹാസം. ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികളുടെ മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അമ്മ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ നീ ഗർഭിണിയാകണം, അപ്പോൾ അമ്മ സമ്മതിക്കും, അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വരുമെന്ന് രാഹുൽ തങ്ങളോട് പറഞ്ഞു എന്നായിരുന്നു ഈ പെൺകുട്ടികൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിന് ഇയാൾ തുനിഞ്ഞതെന്ന്. അതിജീവിതകളുടെ ഈ മൊഴിയാണ് രാഹുൽ കുടുംബത്തെ സൈബറിടം കൊത്തിപ്പറിക്കുന്നതിന് വഴിവെച്ചിരിക്കുന്നത്. ഇതെന്തൊരു തള്ളയാണെന്ന വലിയ പരിഹാസമാണ് ആ അമ്മയ്ക്ക് നേരെ ഉയരുന്നത്. അതിര് വിട്ടു പോകുകയാണ് അമ്മയ്ക്കും സഹോദരിക്കും നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ. ഇങ്ങനെ ഏതെങ്കിലും ഒരമ്മ മകനോട് പറയുമോ എന്ന ചോദ്യശരം ബിന്ദുവിന് നേരെ ഉയരുന്നുണ്ട്. രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിജീവിതകൾക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും വന്നിരിക്കുന്ന ദുർവിധി. അവരും സൈബർ ഇടത്തിൽ വലിയ രീതിയിൽ വലിച്ചിഴക്കപ്പെടുകയാണ്. വലിയ തലത്തിൽ അവർ പരിഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ആരോപണം വന്ന സമയത്ത് ആ അമ്മ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാനാകാതെ പ്രതിസന്ധിയിലായിരുന്നു. പിന്നീട് രാഹുൽ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായതിനു ശേഷവും മകനുള്ള ജനപിന്തുണ കണ്ടപ്പോഴായിരുന്നു ആ അമ്മയ്ക്ക് ഒന്ന് ആശ്വാസമുണ്ടായത്. എന്നാൽ ഇന്നിപ്പോൾ സ്വന്തം മകൻ പെണ്ണ് കേസിൽ, അതും പെണ്ണ് കേസുകളിൽ പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്നു. അതിന്റെ കൂടെ കുടുംബത്തെ സൈബറിടത്തിൽ കൊത്തിപ്പറിക്കാൻ രാഹുലായിട്ട് അവസരം വെച്ചുകൊടുത്തിരിക്കുന്നു. പാർട്ടിയും കൈവിട്ടിരിക്കുന്നു. കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. അതായത് രാഹുലിനെ പുറത്താക്കും എന്നുള്ള തീരുമാനമാണ് ഒരുവിധം നേതാക്കൾ എല്ലാവരും എടുത്തിരിക്കുന്നത്. രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും നേരെ അതിര് വിട്ടുപോകുന്ന വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കുകയാണ്. ആ അമ്മയെയും സഹോദരിയെയും ചേർത്ത് പിടിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ക്രൂശിക്കുന്ന മനുഷ്യർക്കിടയിലും ആ അമ്മയെയും സഹോദരിയെയും കുടുംബത്തെയും ഒക്കെ പിന്തുണയ്ക്കുന്നവരും ഇവിടെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവരെ പിന്തുണച്ച് നിരവധി പേര് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും ആ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകില്ല. ഭർത്താവ് മരിച്ചതിന് ശേഷം മകനും മകൾക്കും വേണ്ടി ജീവിച്ച ഒരു പാവം സ്ത്രീയാണ് അവരെന്നാണ് കേട്ടിട്ടുള്ളത്. മകന്റെ ഈ അവസ്ഥയിൽ അവർ എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും. ഇവൻ ചെയ്ത തെമ്മാടിത്തരത്തിന് ആ സാധു സ്ത്രീയെ അവഹേളിക്കുന്നവരോട് ഒരു വാക്ക്. നാളെ നിങ്ങളുടെ മക്കൾ ഇത്തരം തോന്നിയാസങ്ങൾ ചെയ്താൽ നിങ്ങളാണോ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടതെന്നാണ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ അമ്മയെ വിമർശിക്കുന്ന പോസ്റ്റുകൾക്ക് താഴെ വന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റും. രാഹുൽ ചെയ്ത തെറ്റുകൾക്ക് അമ്മയും സഹോദരിയും എങ്ങനെ കുറ്റക്കാരാകും? അവരെ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നവർ ഇനിയെങ്കിലും അത് നിർത്തുക. നിങ്ങൾ അതിജീവിതക്കെതിരെ, അതായത് ഒരു കൂട്ടം ആൾക്കാർ അതിജീവിതകൾക്കെതിരെ വലിയ സൈബർ ആക്രമണം നടത്തുന്നുണ്ടല്ലോ, അതിന്റെ മറ്റൊരു തലത്തിലാണ് നിങ്ങളിപ്പോൾ ആ കുടുംബത്തിലെ, അതായത് രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും നേരെ നടത്തുന്നത്. രാഹുൽ ചെയ്ത തെറ്റുകൾക്ക് എങ്ങനെയാണ് ആ കുടുംബം ഉത്തരവാദിത്തം പറയേണ്ടത്? എങ്ങനെയാണ് അവർ മറുപടി പറയേണ്ടി വരിക? അയാൾക്ക് ബന്ധമുണ്ടായിരുന്ന സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും അല്ലെങ്കിൽ അവരിൽ വിശ്വാസം ഉണ്ടാക്കുന്നതിനും വേണ്ടി പ്രയോഗിച്ച അടവായിരിക്കാം അമ്മ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ നീ ഗർഭിണിയാകണം, അതേ പോംവഴിയുള്ളൂ എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ സൈബർ ഇടത്തിൽ ആ അമ്മയെ വലിച്ചിഴയ്ക്കുന്നത് അങ്ങേയറ്റം മോശം പ്രവണതയാണ്. മക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് മാതാപിതാക്കൾ മാത്രം ഉത്തരവാദികളാകുമോ? പൊതുവെ കേരളത്തിലുള്ള ഒരു രീതിയാണല്ലോ ഇങ്ങനെ എന്തെങ്കിലും ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളർത്തുദോഷമാണ് എന്ന് പറയുന്നത്. അതല്ല, ശരിയാണ്, ഒരു പരിധിവരെ ഒരു മനുഷ്യൻ സമൂഹത്തിൽ ഇടപെടേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും മാതാപിതാക്കൾ ഉത്തരവാദികളല്ല. അവനവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് അവനവൻ തന്നെയാണ് മറുപടി പറയേണ്ടതും അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടതും. അല്ലാതെ ആ ഒരു കുടുംബത്തെ മുഴുവൻ വേട്ടയാടിയിട്ട് എന്താണ് കാര്യം? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അമ്മയും സഹോദരിയും പോലീസ് നിരീക്ഷണത്തിലാണ്. വീട്ടുകാരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ. രാഹുലിന്റെ അമ്മ വീടിനുള്ളിൽ നിലവിളിയും ബഹളവുമാണ്. മകന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന ആശങ്ക ആ അമ്മയിലുമുണ്ട്. മുൻപ് പലതവണ രാഹുലിന്റെ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. പാലക്കാട് രാഹുൽ ജയിച്ച സമയത്തൊക്കെ മാധ്യമങ്ങളിലും ആ അമ്മയുടെ ചിത്രങ്ങൾ നിറഞ്ഞതാണ്. കാരണം അന്ന് ആ അമ്മയുടെ മുഖത്ത് വലിയ പുഞ്ചിരിയായിരുന്നു. മകൻ വലിയൊരു പദവി ഏറ്റെടുക്കുന്നതിന്റെ വലിയ സന്തോഷം.
ഷാഫി പറമ്പിലുമായി കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നതും ഒരുപാട് വർത്തമാനം പറയുന്നതൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞതാണ്. അങ്ങനെ രാഹുലിന്റെ അമ്മ ബിന്ദുവും സഹോദരിയും മലയാളികൾക്ക് സുപരിചിതരുമാണ്. പക്ഷേ ഇന്ന് ആ വീട്ടിൽ മകനെ ആ അമ്മ നെഞ്ചുപൊട്ടി കരയുകയാണ് മകന്റെ ചെയ്തികൾ ഓർത്തുകൊണ്ട്. രാഹുലിനെതിരെ ആരോപണം വന്ന സമയം മുതൽ അമ്മയും സഹോദരിയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പത്തനംതിട്ട അടൂർ മുണ്ടപ്പള്ളി ആറ്റുവിളാകം വീട് വളഞ്ഞ് പ്രതിഷേധവും പോലീസിന്റെ കാവലുമൊക്കെയാണ്. ആകെ ഒരു ബഹളമാണ്. ഇതൊക്കെ കണ്ടിട്ട് ആ രണ്ട് സ്ത്രീകൾ ഭയപ്പെട്ടു പോകുകയാണ്. നമ്മൾ ഇരകൾക്കൊപ്പമാണ് നിൽക്കുന്നത്. അതിജീവിതകൾക്കൊപ്പം തന്നെ നിൽക്കുമ്പോഴും ഇതുപോലെയുള്ള പ്രവണതകളെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം രാഹുൽ ചെയ്ത തെറ്റുകൾക്ക് ആ കുടുംബത്തെ നമ്മൾ വേട്ടയാടുന്നത് ശരിയല്ല. നമ്മൾ ഒന്ന് ഓർക്കണം, ഈ അതിജീവിതകളുടെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തെയും വേട്ടയാടുന്ന ചില പ്രവണതകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചില ആർമി ഗ്രൂപ്പുകളിൽ നിന്ന് ഉണ്ടായിരുന്നു. അതൊക്കെ ഏറ്റവും മ്ലേച്ഛമായ രീതികളാണ്. അത്തരം പ്രവൃത്തികളിലേക്ക് ദയവ് ചെയ്ത് കടക്കാതിരിക്കുക. ആ കുടുംബങ്ങളെ ഒന്നും ഇതിലേക്ക് വലിച്ചിഴക്കരുത്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പോകരുത്. കാരണം സമൂഹത്തിൽ അവർ പിന്നീട് നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. പ്രായമായ ആൾക്കാരാണ് രാഹുലിന്റെ അമ്മയും ഒക്കെ ആണെങ്കിലും, അതുപോലെ തന്നെ ഈ അതിജീവിതമാരുടെ വീട്ടിലുള്ള പ്രായമായവരുണ്ട്, അച്ഛനും അമ്മയും ഒക്കെ. അവരെയൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വലിച്ചിഴച്ച് അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ കീറി മുറിക്കരുത്. ദയവ് ചെയ്ത് അത്തരം നടപടികളിലേക്ക് ഒരു മനുഷ്യരും കടക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇതിൽ നിയമ നടപടികൾ നടക്കട്ടെ. കോടതിക്ക് മുൻപിൽ ഇതെത്തിയിട്ടുണ്ട് എന്തായാലും കേസ്. അതിൽ ഇഴകീറി പരിശോധിച്ചുള്ള എല്ലാ നിയമ നടപടികളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. സത്യം പുറത്തു വരട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ എത്തിയിട്ട് 20 വർഷത്തോളമായി എങ്കിലും സ്ഥാനമാനങ്ങൾ നേടിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളമേ ആയിട്ടുള്ളൂ. രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ വളർച്ചയിൽ ആ അമ്മയ്ക്ക് അതിയായ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. കാരണം രാഹുലിന്റെ അച്ഛൻ കടുത്ത കോൺഗ്രസ് അനുഭാവിയായിരുന്നു. രാഹുലിന്റെ അച്ഛൻ എസ് രാജേന്ദ്രക്കുറുപ്പ് ഇന്ത്യൻ കരസേനയിൽ ഓഫീസറായിരുന്നു. പിന്നീട് റിട്ടയറായി നാട്ടിലെത്തി അദ്ദേഹം LICയിൽ ജോലിക്ക് കയറുകയും ഒക്കെ ചെയ്തു. എന്നാൽ രാഹുലിന് 4 വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണ് പിതാവ് മരണപ്പെട്ടത്. പിന്നീട് അമ്മ ബിന്ദുവിന് LICയിൽ ആ ജോലി കിട്ടുകയായിരുന്നു. കാരണം രാഹുലിന്റെ അച്ഛൻ ജോലിയിൽ ഇരിക്കവെയായിരുന്നു മരണപ്പെട്ടത്. തുടർന്നിങ്ങോട്ട് ആ 2 മക്കളെയും വളർത്തി വലുതാക്കിയത് ആ അമ്മ തനിച്ചാണ്. ഒരു പോരാട്ടം തന്നെ അവർക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ടാകും ഈ 2 മക്കളെയും വളർത്തിയെടുക്കുന്നതിന്. അങ്ങനെയുള്ള ഒരു അമ്മ സ്വന്തം മകനെ മോശക്കാരനാക്കി വളർത്തുമോ? പക്ഷെ ഇന്നിപ്പോൾ രാഹുൽ കാരണം കുടുംബം മുഴുവൻ നാണക്കേടിന്റെ വക്കിൽ തല കുനിച്ച് നിൽക്കുകയാണ്. അതിനിടയിൽ എല്ലാ കുടുംബങ്ങളും, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതുപോലെ തന്നെ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്ന ആ പെൺകുട്ടികളുടെയും ഒക്കെ വീടുകളിലെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അവരെ വീണ്ടും ഈ സമൂഹ മാധ്യമത്തിലിട്ട് വിചാരണ നടത്തരുത് എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പരാതികൾ, ഒരു കൂട്ട പരാതി പ്രളയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കോൺഗ്രസ് വലയുകയാണ്. രാഹുൽ വിഷയത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള ശക്തമായ നീക്കം പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് രാഹുൽ കാരണം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായവർ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ പ്രചരണത്തിന് പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തങ്ങളെ ചോദ്യശരങ്ങളിൽ നിർത്തുമോ എന്നുള്ള ഒരു പേടിയും വേവലാതിയും ഈ സ്ഥാനാർത്ഥികളെ വേട്ടയാടുകയാണ്. പലരും ഇപ്പോൾ പ്രചരണത്തിന് പോലും ഇറങ്ങാൻ കഴിയാത്ത ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഈ ഒരു ഗതികേട് മുതലെടുത്തുകൊണ്ട് ആ ഗ്യാപ്പിലേക്ക് ഇപ്പോൾ BJP ഇരച്ചു കയറുകയാണ്. BJP നേതാക്കൾ അതിശക്തമായ പ്രചാരണം തുടങ്ങി വെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ CPM, ശബരിമല ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധിയിൽ CPM നിൽക്കുമ്പോഴും അതിനെയെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് വലിയ കോൺഫിഡൻസിലാണ് ഇപ്പോൾ CPM-ഉം പ്രചാരണത്തിൽ ശക്തമായിരിക്കുന്നത്. അവിടെ മങ്ങിപ്പോയി തല തല്ലിക്കിടക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. ഈ ഒരു ഗതികേടിലേക്ക് പാർട്ടിയെയും സ്ഥാനാർത്ഥികളെയും കൊണ്ടെത്തിച്ചത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. കാരണം രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പൊടുന്നനെ പൊട്ടി വീണതല്ല. ഏകദേശം ഒരു 2 വർഷത്തോളമായി രാഹുലിനെതിരെ പല പരാതികളും KPCC-ക്കും അതുപോലെ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളുടെയും മുൻപിലെത്തിയിരുന്നു. എന്നാൽ അന്നൊന്നും ഇവർ അതിൽ നടപടിയെടുത്തില്ല. പകരം രാഹുലിന് പാലക്കാട് ഒരു സീറ്റ് കൊടുത്ത് അവിടെ വിജയിപ്പിച്ചെടുത്തു. എന്നാൽ ഇപ്പോൾ കൈവിട്ടുപോയി പരാതി പ്രളയം വന്നതോടുകൂടി കോൺഗ്രസിനും നിൽക്കക്കള്ളിയില്ലാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ടിപ്പോൾ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം കുഴിയല്ല വെട്ടിയിരിക്കുന്നത്, സ്വന്തം പാർട്ടിക്കുള്ള കുഴി വെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വലിയൊരു തിരിച്ചടിയാണ്
ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വയം കെണിവെച്ച് അതിൽ തന്നെ ചെന്ന് ചാടിയിരിക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം രാഹുൽ ഇതിൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം പലരെയും വിവാഹം കഴിക്കാം എന്നുള്ള വാഗ്ദാനമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഒരുപാട് തെളിവുകൾ പാർട്ടിക്കും അതുപോലെ തന്നെ കോടതിക്ക് മുൻപിലും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും തെറ്റുകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ അയാൾ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. MLA കസേരയും തെറിക്കും എന്നുള്ള ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒളിവിലിരുന്നു കൊണ്ട് തല തല്ലിച്ചാകുകയായിരിക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിലും വലിയ ഒരു പ്രതിസന്ധി രാഹുലിന് ഇനി വരാനില്ല. കാരണം ജനങ്ങൾ രണ്ടാമതൊരു അവസരവും കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തത്. കാരണം ആദ്യം വലിയ വിവാദങ്ങളൊക്കെ വന്നു നിന്നുവെങ്കിലും രാഹുലിനെ കേരളം ചേർത്ത് പിടിച്ചിരുന്നു. ഇത് അയാളുടെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കാനുള്ള നീക്കമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ പിന്നീട് രാഹുലിനെതിരെ പുറത്തു വന്ന ആരോപണങ്ങൾ അതത്ര നിസ്സാരമായിരുന്നില്ല. രാഹുൽ തെറ്റുകാരനാണ് എന്നുള്ളതിന് പല തെളിവുകളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും CPMന് കോൾ അടിച്ചിരിക്കുകയാണ്. രാഹുൽ എന്ന CPMന്റെ കണ്ണിലെ കരടാണ് ഇല്ലാതായിരിക്കുന്നത്. സൈബർ ഗ്രൂപ്പുകളെല്ലാം CPMന്റെ സൈബർ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ വലിയ ആഘോഷമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.